മാത്യു കുഴൽനാടൻ എം.എൽ.എ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയ ആരോപണങ്ങളെല്ലാം നിയമപോരാട്ടങ്ങളിൽ തകർന്നടിയുന്നതാണ് സമീപകാലത്ത് കണ്ടത്. തോട്ടപ്പള്ളി സ്പിൽവേ, CMRL അങ്ങനെ പട്ടിക നീളുന്നു. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം സാധൂകരിക്കുന്ന ഒരു കഷ്ണം കടലാസ് പോലുമില്ലെന്ന വിജിലൻസ് കോടതിയുടെ വിമർശനം ഹൈക്കോടതിയും ശരിവെക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി തള്ളിക്കൊണ്ട് 2024 മെയ് 26 തിരുവനന്തപുരം വിജിലൻസ് കോടതി നടത്തിയ പരാമർശം ഇങ്ങനെയാണ്: ആരോപണം സാധൂകരിക്കുന്ന ഒരു കഷ്ണം കടലാസ് പോലുമില്ല. അക്കാര്യം തന്നെ ഇന്നലത്തെ ഹൈക്കോടതി വിധിയിലും ആവർത്തിക്കുന്നു. കുഴൽനാടൻ സമർപ്പിച്ച 28 രേഖകൾ മുഴുവൻ പരിശോധിച്ചിട്ടും ആരോപണം സാധൂകരിക്കുന്ന ഒന്നും ഇല്ലെന്നാണ് കോടതി പറഞ്ഞത്. കോടതി 3 സുപ്രധാന ചോദ്യങ്ങൾ ഉന്നയിച്ചു. KMML-ഉം CMRL-ഉം തമ്മിൽ എന്തെങ്കിലും കരാറുണ്ടോ? എക്സാലോജിക് കമ്പനിക്കും വീണയ്ക്കും പണം നൽകിയതിൻ്റെ പേരിൽ CMRL-ന് പ്രത്യുപകാരം ലഭിച്ചോ? ഭൂപരിധിയിൽ സർക്കാർ ഇളവ് നൽകിയോ? എന്നീ ചോദ്യങ്ങൾക്ക് കേസ് പുനഃപരിശോധനാ വേളയിലും തെളിവ് നൽകിയില്ല. പ്രഥമദൃഷ്ട്യാ പോലും തെളിവില്ലാത്ത രേഖകൾ കോടതിക്ക് കേസെടുക്കാനുള്ള തെളിവായി സ്വീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധിയും ഹൈക്കോടതി വിധിയും മാത്രമല്ല, സമീപകാലത്ത് മാത്യു കുഴൽനാടൻ നടത്തിയ പല നിയമ പോരാട്ടങ്ങളുടെയും അന്തിമഫലം ഇതുതന്നെയാണ്. അതിലൊന്നാണ് തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണൽ നീക്കത്തിനെതിരെ നടത്തിയ നീക്കങ്ങൾ. പ്രളയത്തിൽ നിന്നും കുട്ടനാടിനെ രക്ഷിക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടിയെ ആരോപണങ്ങളുടെ പുകമറയിൽ നിർത്തി എതിർക്കുകയായിരുന്നു കുഴൽനാടനും കൂട്ടരും. ആ കേസിനും വിജിലൻസ് കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചത് കനത്ത തിരിച്ചടി. കൂടാതെ സ്പ്രിംഗ്ലർ, AI ക്യാമറ, K-ഫോൺ തുടങ്ങി പ്രതിപക്ഷം സർക്കാരിനെതിരെ നടത്തിയ പല നിയമ പോരാട്ടങ്ങളുടെയും മുന്നണി പോരാളിയായിരുന്നു അഭിഭാഷകൻ കൂടിയായ മാത്യു കുഴൽനാടൻ. ഇതിലൊന്നിലാണ് പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണെന്ന് ഹൈക്കോടതി വിമർശിച്ചത്. മാത്യു കുഴൽനാടനെ ശല്യക്കാരനായ വ്യവഹാരിയായി പ്രഖ്യാപിക്കണമെന്ന് CPIM നേതാക്കൾ പലതവണ ആവശ്യപ്പെടുന്നതും കണ്ടു. എന്നാൽ രാഷ്ട്രീയ ആരോപണങ്ങൾ തിരിഞ്ഞുകൊത്തുന്ന നിയമപോരാട്ടത്തിൽ നിരന്തരം തോൽക്കുന്ന വ്യവഹാരി എന്ന വിമർശനം ഇപ്പോൾ കുഴൽനാടന് കേൾക്കേണ്ടി വരുന്നു. സാലി മുഹമ്മദ്, കൊച്ചി.